ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. അങ്ങയുടെ ജീവൻ്റെ വചനങ്ങളായി രാത്രി കേൾക്കുവാനും ഗ്രഹിപ്പാനും തക്കവണ്ണം ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. അതടിയങ്ങളുടെ ജീവിതത്തിന് ജീവനും ചൈതന്യവും പകരുവാൻ തക്കവണ്ണം ദൈവമേ മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും ഞങ്ങളുടെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ, അവിടുന്ന് അടിയനോട് കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അടിയൻ്റെ അതരത്തെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങ് ആഗ്രഹിക്കുന്നത് മാത്രം സംസാരിപ്പാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് സഹായിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പൊന്നുനാമം മാത്രം അതിലൂടെ മുഖത്തപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാനൊക്കെ വേണം ആഗ്രഹിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. ഗോസ്പൽ മാർക്സ് ചാപ്റ്റർ 9 വേഴ്സ് 29. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ മറ്റൊന്നിനാലും ഈ ജാതിയെ പുറത്താക്കുവാൻ കഴിയുകയില്ല എന്ന് അവൻ പറഞ്ഞു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന 2 അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ചാണ് നാം വായിച്ചു കേട്ട കുറുവാക്യത്തിൽ കാണുന്നത്. പ്രാർത്ഥനയും ഉപവാസവും. ഈ ലോകത്തിൽ നമുക്ക് പോരാട്ടങ്ങളുണ്ട്. നമ്മെ ദൈവിക വഴികളിലൂടെ നടത്താതിരിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടാതിരിക്കാൻ തക്കവണ്ണം, ദൈവിക അനുഗ്രഹങ്ങൾ ഞാനും നിങ്ങളും പ്രാപിക്കാതിരിക്കാൻ തക്കവണ്ണം പ്രതിയോഗിയായ പിശാച് പലപ്പോഴും ജീവിതത്തിൽ തടസ്സങ്ങളും പ്രതിസന്ധികളും കൊണ്ടുവരാറുണ്ട്. എന്നാൽ ഇതിനെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയുന്നത് പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടുമാണ്. ഇന്നത്തെ ആത്മീയ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ തക്കവണ്ണം മനുഷ്യർ പലപ്പോഴും ദേവാലയങ്ങളിലും മറ്റ് ഉപവാസ പ്രാർത്ഥനകളിലേക്കൊക്കെയും കടന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം അനേകർക്ക് പലപ്പോഴും സമയം കിട്ടാറില്ല. ലോകം വലിയ വേഗതയിലൂടെ ലോകം പോകുമ്പോൾ വേഗത്തിൽ എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കുവാനാണ് ഇന്ന് മനുഷ്യൻ്റെ പരിശ്രമം. എന്നാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അതിബൃഹത്തായ ഒരു വലിയ ആയുധമാണ് ഉപവാസ പ്രാർത്ഥന എന്നുള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രസിദ്ധമായ ഗിരിപ്രഭാഷണമാണ് 6, 7, 8 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ദൈവവൈതൽ തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ആ 3 അധ്യായങ്ങളിലൂടെ നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടെ ഒരു ദൈവ പൈതലിനുണ്ടായിരിക്കേണ്ട 3 പ്രധാന ഗുണങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗത്ത് ദാനധർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാമതായി പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. മൂന്നാമതായി ഉപവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്നിലും നിങ്ങളിലും ഉണ്ടായിരിക്കേണ്ട 3
അടിസ്ഥാന ഗുണങ്ങൾ ആണ് ദാനധർമ്മം, പ്രാർത്ഥന, ഉപവാസം. ഈ മൂന്നും നമ്മളിൽ ശക്തിയാർജിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം കഴിയും. ഈ മൂന്നിലും ഞാനും നിങ്ങളും ആത്മാവിൻ്റെ നിറവിൽ, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തുമ്പോൾ ആ വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാകും. അവൻ്റെ നോട്ടം ഈ ഭൂമിയിൽ നിന്ന് മാറി സ്വർഗത്തിലേക്ക് അവൻ്റെ ദൃഷ്ടി മാറും. അതുകൊണ്ടാണ് അതിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, 6:20, പുഴുവും തുരുമ്പും നശിപ്പിക്കാതെയും കള്ളന്മാർ കയറി മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം സ്വരൂപിക്കണമെങ്കിൽ, ആ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കണമെങ്കിൽ ദാനധർമ്മം നമുക്കുണ്ടായിരിക്കണം, പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടായിരിക്കണം, ഉപവാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ ഒരുപോലെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ, ഒരു ദൈവ പൈതലിൻ്റെ നോട്ടം ഈ ഭൂമിയിൽ നിന്ന് മാറി ഉന്നതങ്ങളിലേക്ക് അവൻ്റെ നോട്ടം മാറുകയാണ്. പിന്നെ അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗത്തിൽ നിക്ഷേപിക്കണമെന്നുള്ളതാണ്. ഈ ഭൂമിയിലെ യാത്ര അത് താൽക്കാലികമാണ്. എൻ്റെ പൗരത്വം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. ആ സ്വർഗരാജ്യത്തിൽ ഞാനും നിങ്ങളും എത്തിച്ചേരേണ്ടതാണ്. അവിടത്തേക്ക് പോകുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടുവാനാണ് ദൈവം ഈ ജീവിതം തരുന്നത്. അവിടെ നിക്ഷേപിക്കണമെന്നും ആ സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ആത്മീയ യാത്രയിലാണ് നമ്മുടെ ദൃഷ്ടി സ്വർഗത്തിൽ നിന്ന് മാറ്റി ഭൂമിയിലേക്ക് ഡൈവേർട്ട് ചെയ്യുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ഭൗതിക നന്മകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുവാൻ തക്കവണ്ണം പ്രതിയോഗിയായ പിശാച് തടസ്സങ്ങൾ സൃഷ്ടിക്കും. ഈ പിശാചിനോട് നമുക്ക് പോരാടുവാൻ കഴിയുന്നത് നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ അവനെ നമുക്ക് നേരിടുവാൻ കഴിയുകയില്ല. അവനെ നമുക്ക് നേരിടുവാൻ കഴിയേണ്ടത് ദൈവമാണ് അവനോട് യുദ്ധം ചെയ്യേണ്ടത്. നമുക്ക് സ്വയം അവനോട് യുദ്ധം പ്രഖ്യാപിക്കുവാൻ കഴിയുകയില്ല. നാം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അവനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അപ്പോൾ സ്വർഗീയ സൈന്യത്തെ ഈ ഭൂമിയിൽ ഇറക്കിക്കൊണ്ടുവന്ന് നമുക്കെതിരെ പോരാടുന്ന പിശാചിനോട് യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം, ദൈവിക സൈന്യങ്ങളെ ഇറക്കിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം ശക്തമായ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരായുധമാണ് ഉപവാസ പ്രാർത്ഥന. എന്നാൽ പലപ്പോഴും ഈ ആയുധത്തെക്കുറിച്ച് ഞാനും നിങ്ങളും തിരിച്ചറിയുന്നില്ല. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നോ, എങ്ങനെയാണ് സ്വർഗീയത്തിലെ സൈന്യത്തെ ഇറക്കിക്കൊണ്ടുവന്ന് പിശാചിനോട് യുദ്ധം നേരിടുന്ന ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വിവിധ സ്ഥലങ്ങളിൽ അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അനേക സംഭവങ്ങൾ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇതൊന്നും പ്രസംഗിക്കുവാനോ കേൾക്കുവാനോ തക്കവണ്ണം ജനമൊരുക്കമല്ല, ഭൗതിക നന്മകളാണ് പലപ്പോഴും ആളുകൾക്ക് ആവശ്യം. അനുഗ്രഹങ്ങളുടെ പുറകെ പോകുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവിൻ്റെ കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ അത്ഭുതങ്ങൾ തേടി ജനങ്ങൾ പലപ്പോഴും പോകുന്നു. എത്രയും പെട്ടെന്ന് കാര്യം നടക്കണം. ഉപവസിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ഒരു ഉപവാസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. അപ്പോൾ ഒരു ദിവസം 24 മണിക്കൂർ വേറിട്ടിരുന്ന നമ്മുടെ ശരീരത്തിൻ്റെ സുഖത്തെ ത്യജിച്ചുകൊണ്ട്
ദൈവവുമായിട്ട് സംസാരിക്കുകയും ദൈവസന്നദ്ധയിൽ ഇരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉപവാസം. ശരീരം എപ്പോഴും ഈ ലോകത്തിലേക്കാണ് ശരീരം ബന്ധപ്പെടുന്നത്. ലോകത്തിൻ്റെ സുഖങ്ങൾ അനുഭവിപ്പാൻ തക്കവണ്ണമാണ് ശരീരം എപ്പോഴും നമുക്ക് പ്രേരണ നൽകുന്നത്. ശരീരത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനല്ല ഒരു ദൈവ പൈതൽ. അവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയായിരിക്കണം. അപ്പോൾ ശരീരത്തിൻ്റെ സുഖങ്ങളെ ഉപേക്ഷിപ്പാൻ കഴിയണം. ശരീരത്തിലെ സഹനം നമുക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം കഴിയണം. പഴയ നിയമകാലത്ത് മോശ അമോലിക്കരുമായി യുദ്ധത്തിന് പോകുമ്പോൾ അവർക്ക് യുദ്ധം ചെയ്തുള്ള വലിയ പരിചയമുണ്ട്. മോശയും യോശുവയുമൊക്കെയും നിരവധി രാജാക്കന്മാരുമായി യുദ്ധം നടത്തിയിട്ടുള്ളതാണ്. വലിയ പരിചയസമ്പന്നതയുണ്ട്. പക്ഷേ അമോലിക്കരുമായി യുദ്ധം ചെയ്യുമ്പോൾ ദൈവം മോശയോട് പറയുന്നുണ്ട്, നിന്റെ ശക്തി കൊണ്ടൊന്നും അവരെ കീഴടക്കുവാൻ കഴിയുകയില്ല. അവിടെ മോശ പർവ്വതത്തിലേക്ക് കയറി സ്വർഗത്തിലെ ദൈവത്തിനോട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ താഴ്വരയിൽ യോശുവയും കൂട്ടരും അമോലിയക്കരെ കീഴ്പ്പെടുത്തുന്നത് മോശയ്ക്ക് കാണുവാൻ കഴിയും. എന്നാൽ മണിക്കൂറുകൾ അവൻ കരങ്ങൾ ഉയർത്തി നിൽക്കുമ്പോൾ അവന് ഭക്ഷണം കഴിക്കുവാൻ കഴിയുകയില്ല. മാത്രമല്ല അവൻ്റെ കരങ്ങൾക്ക് വേദനയുളവാകും, ശരീരത്തിൽ വേദനയുണ്ടാകും. അവൻ്റെ കരങ്ങൾ താണുപോകുമ്പോൾ അമോലിയക്കാർ യോശുവയെ കീഴ്പ്പെടുത്തുന്നത് മോശ കാണുകയാണ്. അവൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ സൈന്യം ഇറങ്ങി വന്ന് യോശുവയെ സഹായിക്കുന്നു. അവൻ്റെ കരങ്ങൾ താണുപോകുമ്പോൾ യോശുവ പരാജയപ്പെടുന്നത് മോശ പർവ്വതത്തിൽ നിന്ന് കാണുകയാണ്. അവിടെ അഹ്റോനും ഹൂരും മോശയുടെ അടുക്കൽ കടന്നു ചെന്ന് അവിടെ ഒരു കല്ല് വെച്ച് മോശയെ അതിലിരുത്തുന്നുണ്ട്. മോശ പിതാവിൻ്റെ കരങ്ങൾ താണുപോകാതിരിപ്പാൻ തക്കവണ്ണം അവർ രണ്ടുപേരും കൈത്താങ്ങൽ കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവൻ്റെ കരങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ ശരീരത്തിൽ കഷ്ടത സഹിക്കുമ്പോൾ ലോകത്തിൻ്റെ സുഖങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി കരങ്ങൾ ഉയർത്തി നിലവിളിക്കുമ്പോൾ സ്വർഗീയ സൈന്യം ഇറങ്ങി വന്ന് അമോലിയക്കരെ കീഴ്പ്പെടുത്തുന്നത് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ബാബിലോൺ പ്രവാസത്തിലായിരുന്ന ദാനിയേൽ പ്രവാചകൻ 21 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിക്കുന്നത് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിൻ്റെ തിരുവചനം മോശയുടെ ന്യായപ്രമാണം ദാനിയേൽ പ്രവാചകൻ തുറന്നു വായിക്കുമ്പോൾ ബാബിലോൺ പ്രവാസത്തിൻ്റെ കാലം അവസാനിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ കഷ്ടതകൾ അവൻ മനസ്സിലാക്കി ദൈവത്തിൻ്റെ വാഗ്ദത്തം അവൻ്റെ മുന്നിലുണ്ട് എന്നവൻ തിരിച്ചറിയുമ്പോൾ ഒരു ഉപവാസം അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. 3 ആഴ്ച കാലഘട്ടത്തെ ഉപവാസം, 21 ദിവസത്തെ ഉപവാസമാണ് അവിടെ പ്രഖ്യാപിക്കുന്നത്. അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഉപവാസം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ഭക്ഷണം വെടിഞ്ഞുകൊണ്ടുള്ള ഉപവാസമല്ല ദാനിയേൽ പ്രഖ്യാപിക്കുന്നത്. വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ
സുഖകരമായ എല്ലാ ഭക്ഷണങ്ങളും വർജിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അവൻ ഉപവാസം പ്രഖ്യാപിക്കുകയാണ്. ഇത് ആത്മീയ ലോകത്ത് പല ആളുകളും 21 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിക്കുന്നത് ഫേസ്ബുക്കിലൂടെയും മറ്റുള്ള അഡ്വർടൈസ്മെൻറ്റിലൂടെയൊക്കെയും ഞാനും നിങ്ങളും കണ്ടിട്ടുള്ളവരാണ്. 3 ആഴ്ച കാലഘട്ടം എന്ന് പറയുമ്പോൾ 21 ദിവസത്തെ ഉപവാസമാണ് ദാനിയേൽ പ്രവാചകൻ അവിടെ പ്രഖ്യാപിക്കുന്നത്. ബാബിലോൺ പ്രവാസത്തിലിരുന്നു കൊണ്ട്, ആ കോട്ടയ്ക്കകത്തിരുന്നു കൊണ്ട് മോശയുടെ ന്യായപ്രമാണം വായിക്കുമ്പോഴാണ് ഈ ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്തം കാണുന്നത്. യെരമ്യാ പ്രവാചകനോട് ദൈവം അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ അവൻ വായിക്കുമ്പോൾ അതേ കോട്ട നശിപ്പിക്കപ്പെടുമെന്നും ദൈവം ഒരു രാജാവിനെ ഉണർത്തുന്നുവെന്നും അവൻ വായിച്ചറിയുമ്പോൾ തൻ്റെ ജനത്തിൻ്റെ കഷ്ടതകൾ മനസ്സിലാക്കി അവരെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം 3 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിക്കുന്നു. ആ ഉപവാസത്തിൻ്റെ ആദ്യം തന്നെ അവൻ്റെ ഉപവാസത്തിൽ പ്രസാദിച്ച് ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാണ്. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് അവൻ ഇരിക്കുമ്പോൾ ഉപവാസത്തിൻ്റെ അവസാന ദിവസം അവൻ ദൈവത്തിൻ്റെ ദൂതനെ കാണുകയാണ്. വായിച്ചാട്ടെ. ഞാൻ ദൃഷ്ടി ഉയർത്തി നോക്കിയപ്പോൾ ഞാൻ ദൃഷ്ടി ഉയർത്തി നോക്കിയപ്പോൾ ചർമ്മവസ്ത്രം ധരിച്ചും ചമരവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഫാസ് തങ്കം കൊണ്ടുള്ള കച്ച കെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവന്റെ ശരീരം ഗോമേദകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണുകൾ തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ജനക്കൂട്ടത്തിന്റെ ആരവം പോലെയും ആയിരുന്നു. ദാനിയേൽ എന്ന ഞാൻ മാത്രമേ ഈ ദർശനം കണ്ടുള്ളൂ. അവൻ നദിയുടെ തീരത്തിരിക്കുമ്പോൾ ഉപവാസത്തിന്റെ അവസാന ദിവസം അവനൊരു ദർശനം കാണുന്നു. അവൻ ദൈവത്തിൻ്റെ ദൂതനെ കാണുകയാണ്. അവിടെ ദൂതൻ എന്താണ് ദാനിയേലിനോട് പറയുന്നത്? അങ്ങനെ ഞാൻ ഏകനായിരുന്ന ഈ മഹാദർശനം കണ്ടു. എന്നിൽ ഒട്ടും ബലം ശേഷിച്ചിരുന്നില്ല. എന്റെ മുഖശമ ക്ഷയിച്ചു പോയി. എനിക്ക് ഒട്ടും ബലമില്ലാതായി. അതിന്റെ 10-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം അവിടെ എന്താണ് ദാനിയേലിനോട് അവൻ എന്നോട് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങൾ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കുക. ഞാൻ ഇപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സംഭവം നാം വായിക്കുമ്പോൾ ഉപവാസം ആരംഭിച്ച ദിവസം തന്നെ ദൈവം തന്റെ ദൂതനെ അയച്ചതാണ്. പക്ഷേ ആ ദൂതൻ ദാനിയേലിന്റെ അടുക്കലെത്തുവാൻ 21 ദിവസം എടുത്തു. പാഴ്സി രാജാവിന്റെ പ്രഭുക്കന്മാർ അവനെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. ആ 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കളിൽ ഒരുവനായ മീഖായേൽ എന്നെ സഹായിക്കുവാൻ വന്നു. അപ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ സർവസൈന്യാധിപനായ മീഖായേൽ അവനെ സഹായിപ്പാൻ കടന്നു വന്നപ്പോൾ മീഖായേലിനെ ഏൽപ്പിച്ചിട്ട് ഈ ദൂതൻ ദാനിയേലിന്റെ അടുക്കൽ കടന്നു വന്നിരിക്കുകയാണ്. ആ ദൂതൻ വിളിക്കുന്നത് പ്രിയ പുരുഷനായ ദാനിയേലേ എന്നാണ്. അവൻ ഉപവാസം ആരംഭിച്ച ആദ്യ ദിവസം തന്നെ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ദൈവത്തിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് തിരിച്ചതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതനെ ഈ ഭൂമിയിൽ ഇറക്കിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിയുവാൻ സാധ്യമാകുന്നത് ദൈവം തന്നിരിക്കുന്ന വലിയ ആയുധമാണ് ഉപവാസ പ്രാർത്ഥന. ഒരു വലിയ പോരാട്ടം 21 ദിവസം അവിടെ നടക്കുകയാണ്. അതിന് ദാനിയേൽ നേരിടുന്നത് ഉപവാസം കൊണ്ടാണ്. അവിടെ അവൻ വിജയം കൈവരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. യഹോശാഫാത്തിന്റെ ജീവിതത്തിലും ഈ പ്രകാരം
3 രാജ്യങ്ങളുടെ സൈന്യങ്ങൾ യഹോശാഫാത്തിനെതിരെ കയറി വരുമ്പോൾ അവനൊരു ഉപവാസം പ്രഖ്യാപിച്ച് ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്ന് പറയുന്നുണ്ട്. 2 ദിനവൃത്താന്തം 20:15 അവൻ പറഞ്ഞത്, എല്ലാ യഹൂദരും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവും കേട്ടുകൊള്ളുവിൻ. യഹോശാഫാത്തും രാജാവും കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു. യഹോവ ഈ പ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സൈന്യ നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം നിങ്ങളോടല്ല, ദൈവത്തിൻ്റെതത്രേ. അപ്പോൾ ഉപവാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അവർ ഉപവസിച്ച് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവൻ പ്രവചിക്കുകയാണ്, നിങ്ങൾ ഭയപ്പെടരുത്, യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം ദൈവത്തിൻ്റെതത്രേ. അവർ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി ആർത്തുല്ലസിച്ചപ്പോൾ ഒരു വലിയ സ്വർഗീയ സൈന്യം അവിടെ ഇറങ്ങി വന്ന് ആ 3 സൈന്യങ്ങളെയും കീഴ്പ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ കാണുന്നുണ്ട് അതിൻ്റെ 20-24 ഈ വലിയ മഹാസൈന്യം മുഴുവൻ ശവങ്ങളായി കിടക്കുന്നത് യഹോശാഫാത്തും കൂട്ടരും കാണുകയാണ്. 20-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. യഹൂദർ മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിനരികെ എത്തിയപ്പോൾ അവർ സൈന്യത്തെ നോക്കി അവർ നിലത്ത് ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. ഒരുവനും രക്ഷപ്പെട്ടിരുന്നില്ല, ഒരുവൻ പോലും രക്ഷപ്പെട്ടിരുന്നില്ല എന്ന് പറയുമ്പോൾ ആ കടന്നു വന്ന മഹാസൈന്യത്തെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ സ്വർഗീയ ദൂതന്മാർ ഇറങ്ങി വന്ന് അവിടെ പ്രവർത്തിച്ചത് യഹോശാഫാത്തും കൂട്ടരും യുദ്ധം പ്രഖ്യാപിച്ചപ്പോഴാണ്, ഉപവാസം പ്രഖ്യാപിച്ചപ്പോഴാണ്. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഉപവാസമാണ്. ദൈവം തന്നിരിക്കുന്ന വലിയൊരു ആയുധമാണ്, അത് വലിയൊരു വജ്രായുധമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രതിയോഗി ഒരുക്കുന്ന കെണികളിൽ സ്വർഗത്തിലെ നിക്ഷേപം സ്വരൂപിക്കുവാൻ തക്കവണ്ണം നാം ദൃഷ്ടികൾ ഉയർത്തി യാത്ര ചെയ്യുമ്പോൾ അതിന് തടസ്സമായി അവർ പ്രതിസന്ധികൾ കൊണ്ടുവരും. അവിടെ നമുക്ക് തരണം ചെയ്യുവാൻ കഴിയുന്നത് ഉപവാസ പ്രാർത്ഥനകളാലാണ്. നാം മനുഷ്യരോടല്ല പോരാടേണ്ടത്, നാം പോരാടേണ്ടത് ഈ ലോകത്തിലെ അന്ധകാര ശക്തികളോടാണ്. അവിടെ ദൈവമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ തിരുവചനം പരിശോധിക്കുമ്പോൾ ഇതുപോലെ അനേക സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരു ദൈവവൈതലിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടത് ദൈവമാണ്. ദൈവത്തിന് വലിയ ഒരു സൈന്യമുണ്ട്. ആ സൈന്യം എനിക്കും നിങ്ങൾക്കും കാവൽക്കാരനായി നിൽക്കണമെങ്കിൽ, ആ സൈന്യത്തെ ഭൂമിയിൽ ഇറക്കിക്കൊണ്ടുവരണമെങ്കിൽ ദൈവം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന വലിയൊരു ആയുധമാണ് ഉപവാസ പ്രാർത്ഥന എന്നുള്ളത്. ശരീരത്തിൽ കഷ്ടത അനുഭവിച്ചുകൊണ്ട്, ലോകത്തിൻ്റെ സുഖങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി അവൻ്റെ ശക്തിക്ക് വേണ്ടി അവൻ്റെ സൈന്യം ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പോരാടുവാൻ തക്കവണ്ണം തീഷ്ണതയോടുകൂടി ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി നിലവിളിക്കുമ്പോൾ സ്വർഗീയ ദൂതന്മാർ ഇറങ്ങി വരുന്ന സംഭവമാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിലും യഹോശാഫാത്തിൻ്റെ ജീവിതത്തിലും മോശ പിതാവിൻ്റെ ജീവിതത്തിലും ഞാനും നിങ്ങളും ഈ രാത്രി കേട്ടത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ രാത്രി നിങ്ങൾ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ വജ്രായുധത്തെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും പരിശ്രമിക്കണം. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ മറ്റൊന്നിനാലും ഈ ജാതി നീങ്ങിപ്പോവുകയില്ല. ഇതിനെ നീക്കുവാൻ തക്കവണ്ണം, ഇതിനെ ജയിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഉപവാസവും പ്രാർത്ഥനയും. മറ്റൊന്നിനാലും ഇത് നീങ്ങിപ്പോവുകയില്ല എന്ന് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനം എന്നെയും നിങ്ങളെയും ഒരുപോലെ പഠിപ്പിക്കുന്ന ജീവന്റെ വചനത്തിൽ പറയുന്നു, മറ്റൊന്നിനാലും ഇത് നീങ്ങിപ്പോവുകയില്ല. അത്രത്തോളം പ്രാധാന്യം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആത്മീയ ജീവിതത്തിലുണ്ട്. ഞാൻ നിങ്ങളും പരിശോധിക്കുക, എങ്ങനെയാണ് ഉപവാസ പ്രാർത്ഥന എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഈ വലിയ ആയുധം എടുത്തുകൊണ്ട്, ഈ വലിയ വജ്രായുധം എടുത്തുകൊണ്ട് അവനോട് പോരാടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ കഷ്ടതകളിൽ, ഭാരങ്ങളിൽ, പ്രയാസങ്ങളിൽ, ജീവിത പ്രതിസന്ധികളിൽ
ഉപവസിച്ച് പ്രാർത്ഥിക്കുക, ഉത്തരമരുളുന്ന ദൈവത്തെ നിങ്ങൾ കണ്ടെത്തുക. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്തിനൊരു വലിയ സൈന്യമുണ്ട്. ആ സൈന്യം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. അത് രുചിച്ചറിയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച എല്ലാ കൃപകൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആവശ്യകതയെക്കുറിച്ച് ദൈവമേ അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചുവല്ലോ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും പോരാട്ടങ്ങളും മാറുവാൻ തക്കവണ്ണം ദൈവമേ അങ്ങ് തന്നിരിക്കുന്ന വലിയ ആയുധത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിപ്പാൻ തക്കവണ്ണം ഈ രാത്രി തിരുവചനം കേട്ട ഓരോ മക്കളെയും ഇവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഉത്തരമരുളുന്ന ദൈവത്തെ കണ്ടെത്തുവാൻ തക്കവണ്ണം ദൈവമേ വചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവെ അവിടെ നടീനെയും ഞങ്ങളുടെ തിരുസ്ഥനിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ അവിടെ നടീനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ വലിയ ആയുധം ധരിച്ചുകൊണ്ട് ദൈവമേ കർത്താവെ ഉപവാസ പ്രാർത്ഥനയിലൂടെ ശക്തിയാർജിച്ച ദൈവമേ അവിടുത്തെ നാമം വിളംബരം ചെയ്യുവാൻ തക്കവണ്ണം അടിയനെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.